എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് കാബേജും ഒരു കാരറ്റും ചേർത്ത് ഒരു ചെറിയ തോരൻകറി ഉച്ചക്കത്തേന് ഉണ്ടാക്കാവേ. കാരറ്റ് ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. കാരറ്റ് അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് കാബേജ് ഇങ്ങനെ പൊളിച്ചെടുക്കാം. ഇങ്ങനെ ഓരോന്നായിട്ട് പൊളിച്ചെടുക്കാം. ഇങ്ങനെ പൊളിച്ചെടുത്താൽ ഇതിനകത്ത് പുഴുവോ കീടങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് എന്നിട്ട് ടാപ്പിന്റെ കീഴെ പിടിച്ച് നല്ലതുപോലെ വെള്ളത്തിൽ കഴുകിയെടുക്കാം. ഇങ്ങനെ പൊളിച്ചെടുക്കാവേ. കാബേജ് നല്ലതുപോലെ കഴുകിയെടുത്തു. ഇനി നമുക്ക് ഇതൊന്ന് അരിഞ്ഞെടുക്കാം. ഈ കാരറ്റിന്റെ കൂടെ അരിഞ്ഞിടാവേ. ചെറുതായിട്ട് നമുക്ക് കൊത്തി അരിയാവേ. ഈ കറി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്. തന്നെ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ച് പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കും അതുപോലെ ജോലിക്കാരായ കുട്ടികളുണ്ടല്ലോ, ചെറുപ്പക്കാരായ പെൺകുട്ടികൾ, അവർക്കൊക്കെ രാവിലെ പെട്ടെന്നെടുത്ത് അരിഞ്ഞ് ഒരു മുട്ട, ഒന്നോ അല്ലെ 2 മുട്ടയോ ചേർത്ത് തോരൻ കറിയാക്കിയുണ്ടല്ലോ, ഉച്ചക്കത്തേന് അതും ഒരു അച്ചാറും ഉണ്ടെങ്കിൽ പിള്ളേർക്ക് നല്ലതുപോലെ ചോറുണ്ണാൻ പറ്റുവേ. ഒത്തിരി കറികളൊന്നും വെക്കണ്ട. പച്ചക്കറിയുണ്ട്, മുട്ടയുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയായിട്ട് നമുക്കിതിനെ ഉണ്ടാക്കിയെടുക്കാവേ. നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെക്കാം. 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. എണ്ണ ഒന്ന് ചൂടാകട്ടെ. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് കൂട്ടി ഇനി നമുക്ക് ഒരു മീഡിയം സവാള ഇട്ട് കൊടുക്കാം. ഒരു പിഞ്ച് ജീരകം ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു കളറിന് വേണ്ടിയിട്ട് പൊടിച്ച് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് മൂക്കമൊന്നും വേണ്ട. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കാബേജും കാരറ്റും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഒരു 3 പച്ചമുളക്, ആവശ്യത്തിന് തേങ്ങ. ഞാൻ ഉപ്പ് നീരാണ് ഒഴിക്കുന്നത്. ഇതിന് വെള്ളം ചേർക്കാത്തതുകൊണ്ട് അല്പം ഉപ്പുണ്ട്. ഇലയായതുകൊണ്ട് അധികം ഉപ്പ് ചേർക്കല്ല. കുറവാണെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കാം. ഇത് പെട്ടെന്ന് അങ്ങനെ കുറഞ്ഞു പോകും ഇലകളെല്ലാം ഉണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ മൂടി വെച്ച് വേവിക്കാം. ചെറിയ തീയിൽ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം.
നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇനി നമുക്ക് ഒരു മുട്ട, ഞാൻ ഒരു മുട്ടയാണ് ചേർക്കുന്നത്. ഇഷ്ടമുള്ളവർക്ക് 2 മുട്ടയോ 3 മുട്ടയോ ചേർക്കാം. ഞാൻ ഇപ്പോൾ 2 ചേർക്കുന്നുള്ളൂ. ഒന്നുകൂടെ അടച്ചേക്കൊന്ന് അവിയട്ടെ. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോടെ കഴിക്കാം. ഒരു അച്ചാറും കൂടെ ഉണ്ടായാൽ ഏറ്റവും ബെറ്റർ.